മലപ്പുറം SP ഓഫീസിലെ മരമുറി, പണം വാങ്ങി ഷാജൻ സ്കറിയ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന ആക്ഷേപം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങി വിൽപ്പന നടത്തൽ, സ്വർണ്ണക്കടത്ത് എന്നിങ്ങനെ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അഞ്ചായി തിരിച്ച വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ DYSP ഷിബു പാപ്പച്ചൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ് റിപ്പോർട്ടർ TV ഇന്ന് ജനസമക്ഷം എത്തിച്ചത്. മലപ്പുറം SP ഓഫീസിൽ നിന്ന് തേക്ക് മുറിച്ച് കടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണത്രേ. ഷാജൻ സ്കറിയയിൽ നിന്നും 2 കോടി രൂപ വാങ്ങി എന്നുള്ള ആരോപണത്തിൽ തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും തെളിവുകളില്ല. കവടിയാറിലെ വീട് നിർമ്മാണത്തിൽ രേഖകളെല്ലാം കൃത്യമാണ്. ഉന്നയിച്ച ആരോപണങ്ങളിൽ PV അൻവറിന് തെളിവുകളൊന്നും ഹാജരാക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാലോ അജിത് കുമാറിന്റെ ഭാഗം സാധൂകരിക്കുന്ന തെളിവുകൾ വേണ്ടുവോളം ഉണ്ട് താനും. ആയതിനാൽ അജിത് കുമാറിനെതിരെ കേസെടുക്കേണ്ടതില്ല. 2 നാൾ മുമ്പ് വിജിലൻസ് കോടതി ചവറ്റുകൂട്ടിലെറിഞ്ഞ വിജിലൻസ് റിപ്പോർട്ടിന്റെ ഏതാണ്ട് ഉള്ളടക്കം ഇത്രയൊക്കെയാണ്. സ്വകാര്യതയെ ബാധിക്കുമെന്ന ന്യായം പറഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടേണ്ടതില്ലെന്ന് സർക്കാർ നിലപാടെടുത്ത റിപ്പോർട്ടാണിതെന്നതും ഇവിടെ പ്രസക്തമാണ്. ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അല്ലാതെ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും വിജിലൻസ് കോടതി പറഞ്ഞതിന്റെ പൊരുളെന്ത് എന്നതും റിപ്പോർട്ടർ പുറത്തുവിട്ട റിപ്പോർട്ട് തന്നെ പറഞ്ഞുവെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും അഴകുഴമ്പൻ പ്രസ്താവനയിറക്കി തടിതപ്പിയ പ്രതിപക്ഷം ഇന്ന് പക്ഷേ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയെന്നത് ശ്രദ്ധേയമാണ്. കോടതി പരാമർശത്തിന്റെ പേരിൽ 1977 അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരനും 2015 ധനമന്ത്രി KM മാണിയും പദവി വിട്ടൊഴിഞ്ഞ ചരിത്രം കൂടി എടുത്തു പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അജിത് കുമാർ P. ശശി കേസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം രാജിവെക്കണം. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഗൗരവതരത്തിലുള്ള ഒന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയോ?